ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റുണ്ടായ ദിവസമാണെന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി തന്ത്രിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ വാർത്തയിലേക്കാണ് ക്രൈം ഫയൽ കടക്കുന്നത്. തിരുവനന്തപുരം സബ് ജയിലിലേക്ക് ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാറ്റും എന്നുള്ളതാണ് അറിയുന്നത്. ജിബിൻ JB ആണ് ജനറൽ ആശുപത്രിയിൽ നിന്നും ചേരുന്നത്. ജിബിൻ, ഇനി എന്തൊക്കെ നടപടികളാണ്? വൈദ്യപരിശോധന പൂർത്തിയാകാൻ ആയിട്ടുണ്ടോ? എപ്പോഴാണ് ആശുപത്രിയിലേക്ക് തന്ത്രി എത്തിച്ചത്? അനുശ്വര, ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പാണ് ശബരിമല തന്ത്രിയായിരുന്ന ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തെ വൈദ്യപരിശോധന പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ട്, അതായത് റിമാൻഡ് ചെയ്ത സമയത്ത് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും വൈദ്യസഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പാക്കണമെന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് ഇറക്കുകയാണ്. സാർ, എന്തെങ്കിലും പറയാനുണ്ടോ? നിരപരാധിയാണോ? കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, കുറ്റം ചെയ്തിട്ടില്ല. ഇല്ല. താങ്കൾ ആരെങ്കിലും കുടിക്കാതാണോ സാർ? ആരെങ്കിലും കുടിക്കാതാണോ? അതെ. അതായത് നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് അദ്ദേഹത്തോട് ഇപ്പോഴും ചോദിച്ചിരിക്കുന്നത്. താങ്കൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതേ മറുപടി, അതായത് താങ്കൾ താൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഉത്തരം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹത്തെ ഇനി കൊണ്ടുപോകാൻ പോകുന്നത് തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ്, പൂജപ്പുര സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പോകുന്നത്. അനുശ്വര, അപ്പോഴും എപ്പോഴും ഒരേ മറുപടി തന്നെയാണ് തന്ത്രി കണ്ഠരര് രാജീവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. തന്നെ ആരോ കുടുക്കിയതാണ്, തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ള വലിയൊരു കണ്ടെത്തലുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് SITയുടെ നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ദൈവതുല്യനെന്ന് ആരൊക്കെയോ പറഞ്ഞിരുന്ന എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തു, വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഇനി ശേഷം തിരുവനന്തപുരം സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് ജിബിൻ JB പങ്കുവെക്കുന്നത്. കൂടുതലായി ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ജിബിൻ JB ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.